നമുക്ക് അടുത്തൊരു ബൈസ്പിൾ നോക്കാം. സി കൗഫ്റ്റ് einen ആപ്പിൾ. സി കൗഫ്റ്റ് einen ആപ്പിൾ. ഓക്കെ, ഇവിടുത്തെ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വെർബ് എന്താണ്? കൗഫൻ. കൗഫൻ മീൻസ് ടു ബൈ. ഓക്കെ, സോ ആരാണ് മേടിക്കുന്നത്? എന്താണ് അവിടുത്തെ സുബ്ജക്റ്റ്? സി ആണല്ലേ. സി മീൻസ് ഷീ. അവളാണ് മേടിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ സുബ്ജക്റ്റ് അല്ലെങ്കിൽ നോമിനാറ്റീവ്. ഇനി എന്താണ് മേടിക്കുന്നത്? എന്താണ് അവൾ മേടിക്കുന്നത്? einen ആപ്പിൾ. സോ എന്തെന്നുള്ളത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? വാസ് കൗഫ്റ്റ് സി. എന്താണ് അവൾ മേടിക്കുന്നത്? വാട്ട് ഡസ് ഷീ ബൈ? സോ എന്നുള്ള ചോദ്യം നമുക്ക് അവിടെ വന്നു അല്ലേ. അതിനർത്ഥം അത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ് അവൾ മേടിക്കുന്നത്? അവിടെ അവൾ എന്നുള്ളത് അവിടെ സുബ്ജക്റ്റ് ആണ്. എന്താണ് അവൾ മേടിക്കുന്നത് എന്തെന്നുള്ളത് അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റിന്റെ ചോദ്യമാണ്. സോ വാസ് കൗഫ്റ്റ് സി. സി അവിടെ സുബ്ജക്റ്റ് ആണ്. വാസ് എന്നുള്ളത് ഡിറക്റ്റ് ഒബ്ജക്റ്റിന്റെ ഫ്രാഗയാണ്. സോ വാസ് കൗഫ്റ്റ് സി einen ആപ്പിൾ. einen ആപ്പിൾ അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അക്യൂസാറ്റീവ് ആണ്. അടുത്തത് നോക്കാം. hat das Buch. hat das Buch. ഓക്കെ, ഇവിടെ സുബ്ജക്റ്റ് എന്താണ്? ആണല്ലേ. സോ hat das Buch. എന്താണുള്ളത്? was hat das Buch ആണല്ലേ. സോ das Buch എന്നുള്ളത് അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അടുത്തത് wir besuchen die Freunde. wir besuchen die Freunde. സോ wir എന്നുള്ളത് അവിടെ സുബ്ജക്റ്റ് ആണ്. wir ആണ് അവിടെ ആക്ഷൻ ചെയ്യുന്നത്. wir മീൻസ് we. സോ wen besuchen wir പേഴ്സൺ ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ wen ആണ്. wen besuchen wir? ആരെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്? besuchen മീൻസ് ടു വിസിറ്റ്. ആരെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്? die Freunde. die Freunde. സോ die Freunde എന്നുള്ളത് അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അക്യൂസാറ്റീവ് ആണ്. സോ മനസ്സിലായോ എന്താണ് അക്യൂസാറ്റീവ് എന്ന്? സോ ഷോർട്ട് ആയിട്ട് നമുക്ക് എന്താണ് അക്യൂസാറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്യൂസാറ്റീവ് സെന്റൻസിൽ രണ്ട് പേഴ്സൺ കാണും, അല്ലെങ്കിൽ രണ്ട് തിങ് കാണും, അല്ലെങ്കിൽ ഒരു പേഴ്സണും ഒരു തിങ്ങും കാണും. സോ അങ്ങനെയുള്ള സെന്റൻസ് ആണ് അക്യൂസാറ്റീവ് സെന്റൻസ്. ആരെ അല്ലെങ്കിൽ എന്ത്, വേൻ അല്ലെങ്കിൽ വാസ് എന്നുള്ള രണ്ട് ഫ്രാഗിക്ക് ആൻഡ് വേർഡ് കിട്ടിയാൽ അത് അക്യൂസാറ്റീവ് സെന്റൻസ് ആണ്. ഡിറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ കാണും.